നിങ്ങൾ വളരെ ടയേർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ഉള്ളിൽ ബ്രോക്കൺ അല്ലെങ്കിലും എനിക്ക് എപ്പോഴാണാവോ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞൊന്ന് മനസ്സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുക എന്ന് ചിന്തിച്ച് എവിടേക്കോ എക്സോസ്റ്റഡ് ആയിട്ടുള്ളൊരു ഫീലായിട്ടാണോ നിങ്ങളിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. സോ ചില വ്യക്തികളുണ്ട്, എല്ലാ കുടുംബങ്ങളിലും ചില വ്യക്തികളുണ്ട്, ഒരുപാട് ബേർഡനുകൾ തലയിൽ ചുമന്ന് സഞ്ചരിക്കേണ്ടി വരും. അല്ലെങ്കിൽ സ്വയം സ്ട്രോങ് അല്ലെങ്കിൽ കൂടെ സ്ട്രോങ് ആണെന്ന് പ്രിറ്റൻഡ് ചെയ്തിട്ട് പല കാര്യങ്ങളും പല ഉത്തരവാദിത്തങ്ങളും ചെയ്യേണ്ടി വരുന്ന കുറേ ആളുകളുണ്ട്. സോ അങ്ങനെയുള്ള ആളുകൾക്ക് ഉള്ളിൽ ചില സമയങ്ങളിലെങ്കിലും വളരെ എക്സോസ്റ്റഡായിട്ട് വളരെ ടയേർഡായിട്ടുള്ളൊരു ഫീൽ വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ഒന്ന് ഓക്കെ ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. സോ നിങ്ങൾ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഈ ഇടയ്ക്കെങ്കിലും എപ്പോഴും ഞാൻ സ്ട്രോങ് ആണെന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഇടയ്ക്കെങ്കിലും അവരവരോടെങ്കിലും പറയാം, ഐ എം നോട്ട് ഓക്കെ, ഞാൻ ഓക്കെ അല്ല, പക്ഷേ അതും ഓക്കെയാണ്. നമ്മളെന്നും ഓക്കെ ആയിരിക്കണമെന്നും എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണമെന്നും എപ്പോഴും സ്ട്രോങ് ആയിരിക്കണമെന്നുള്ളതും ഒരു നിർബന്ധമില്ല. നമ്മളെല്ലാവരും മനുഷ്യരാണ്. ഇടയ്ക്കെല്ലാം പല പ്രശ്നങ്ങളും നമ്മളെല്ലാം ബാധിക്കും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഓക്കെ അല്ല എന്ന് തോന്നുന്നതും ഓക്കെ ആണ് എന്നുള്ളത് നമ്മളെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇടയ്ക്കൊക്കെ നമുക്ക് റെസ്റ്റ് എടുക്കുക എന്ന് പറയുന്നതിന് നിങ്ങളൊരു ഗിൽട്ടായിട്ട് കരുതണ്ട. അല്ലെങ്കിൽ അയ്യോ ഞാൻ റെസ്റ്റ് എടുക്കുന്നത് ശരിയാണോ എന്ന് വിചാരിക്കേണ്ട. അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് വിശ്രമിക്കാൻ എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ഒരിക്കലും എല്ലാം കഴിഞ്ഞ് വിശ്രമിക്കാൻ സാധിക്കില്ല. വിശ്രമിക്കുക എന്നുള്ളത് നിങ്ങളുടെയും കൂടെ അവകാശമാണെന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എന്താണ് വേണ്ടതെന്ന് ഇടയ്ക്കെങ്കിലും നമ്മളോട് ചോദിക്കാം. മറ്റുള്ളവർക്ക് എന്താ വേണ്ടതെന്നല്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഹാപ്പി ആവാൻ എന്ത് ചെയ്യണം എന്നല്ല, മറ്റുള്ളവർ ഗുഡ് ആവാൻ എന്ത് ചെയ്യണം എന്നല്ല, എനിക്ക് എന്താണ് വേണ്ടത്? ചിലപ്പോൾ എനിക്കൊരു ഗ്ലാസ് വെള്ളമായിരിക്കാം വേണ്ടത്, അതൊന്ന് ഇരുന്ന് കുടിക്കുക എന്നുള്ളതായിരിക്കും. അല്ലെങ്കിൽ എനിക്ക് കുറച്ച് സൈലൻസ് ആയിരിക്കാം വേണ്ടത്. ചിലപ്പോൾ എനിക്ക് എൻ്റെ ഒരു ടൈം ആയിരിക്കും വേണ്ടത്. അതെന്താണെന്ന് ഇടയ്ക്കെങ്കിലും ഒന്ന് പോസ് ചെയ്ത് സ്വയം ചോദിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. നമുക്ക് പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളത് തെറ്റായ ഒരു കാര്യമല്ല. നമ്മളിങ്ങനെ എക്സോസ്റ്റഡ് ആയിട്ട് ഓടുമ്പോൾ എപ്പോഴും എല്ലാവരുടെയും മുമ്പിൽ ഞാൻ സ്ട്രോങ് ആണ്, എനിക്കിതെല്ലാ റെസ്പോൺസിബിലിറ്റിയും ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കുന്നതിനിടയിൽ എപ്പോഴെങ്കിലും നമ്മൾ മൊത്തത്തിൽ ബ്രേക്ക് ഡൗൺ ആവും. അപ്പോൾ ഇടയ്ക്കെങ്കിലും ഈ എപ്പോഴും സ്ട്രോങ് ആണെന്ന് കാണിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനമില്ല. എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ വീണു പോകും, അല്ലെ? അന്ന് നമ്മളെ ജഡ്ജ് ചെയ്യാനും ആളുകളുണ്ടാവും. അപ്പോൾ ഇടയ്ക്കൊന്ന് ബ്രേക്ക് എടുക്കുക, നമ്മളിലേക്ക് നോക്കുക, നമുക്ക് എന്താണ് വേണ്ടതെന്ന് ആലോചിക്കുക. സ്ട്രോങ് ആവുക അല്ലെങ്കിൽ ഇടയ്ക്കെങ്കിലും വീക്ക് ആവുക അല്ലെങ്കിൽ നോട്ട് ഓക്കെ ആവുക എന്നുള്ളതെല്ലാം മനുഷ്യ സഹജമായിട്ടുള്ള കാര്യങ്ങളാണ്.